ഹലോ, നല്ല നമസ്കാരം. അക്യൂസ്ഡ് നെറ്റ്ഫ്ലിക്സിൽ റിലീസ് ചെയ്ത അനുഭൂതി കശ്യപ സംവിധാനം ചെയ്ത അക്യൂസ്ഡ് ദി പ്ലോട്ട്. ലണ്ടനിൽ സ്ഥിരതാമസമാക്കിയിട്ടുള്ള ഗീതിക കങ്കണ ശർമ്മയാണ് ആ കഥാപാത്രം ചെയ്തിരിക്കുന്നത്. മീര എന്നീ ലെസ്ബിയൻ ദമ്പതികളുടെ ജീവിതത്തിലുണ്ടാകുന്ന കഥയാണ്. അങ്ങനെയാണ് ആ കഥ വികസിക്കുന്നത്. രണ്ടുപേരും ഡോക്ടർമാരാണ്. ഗീതിക തൻ്റെ കരിയറിലെ വലിയൊരു സ്ഥാനക്കയറ്റത്തിന് വേണ്ടി തയ്യാറെടുക്കുന്ന സമയത്താണ് അജ്ഞതരായിട്ടുള്ള കുറേ വ്യക്തികളിൽ നിന്നും അവർക്കെതിരെ ലൈംഗിക ആരോപണം ആശുപത്രിയിലെത്തിയാണ്. സെക്സ്വൽ ഹാരാസ്മെൻറ്റ് ഇമെയിലുകൾ ആശുപത്രിയിൽ അധികൃതർക്ക് ലഭിക്കുന്നതോടുകൂടി ഈ ആരോപണങ്ങൾ ഗീതികയുടെ ഔദ്യോഗിക ജീവിതത്തെയും മീരയുമായിട്ടുള്ള അവരുടെ ബന്ധത്തെയും എങ്ങനെ തകിടം മറിക്കുന്നു എന്നതാണ് ശരിക്കും സിനിമയുടെ ആ ഒരു മെയിൻ പ്ലോട്ടായിട്ട് കാണാവുന്നത്. നമ്മുടെ ആധുനിക സമൂഹത്തിലെ മീറ്റു മൂവ്മെൻറ്റുകൾ മറ്റൊരു വശമാണ് ചർച്ച ചെയ്യാൻ ശ്രമിക്കുന്നത്. സാധാരണ പുരുഷന്മാരാണല്ലോ സാധാരണ ഇങ്ങനെയുള്ള ഇതൊക്കെ പ്രതിസ്ഥാനത്ത് വരുന്നത്. അത്തരം കേസുകളിൽ നിന്നും ഒരു ലെസ്ബിയൻ സ്ത്രീ എങ്ങനെ പ്രതിയാകുമ്പോൾ നിയമവും സമൂഹവും എങ്ങനെ പ്രതികരിക്കുന്നു എന്ന ഒരു റിവേഴ്സ് ആയിട്ടാണ് സിനിമയുടെ പ്രമേയം മുന്നോട്ട് പോകുന്നത്. ഗീതിക എന്ന് പറയുന്ന ഒരു സങ്കീർണമായിട്ടുള്ള ഒരു കഥാപാത്രത്തെ കങ്കണ ശർമ്മ ഒരു മികച്ച രീതിയിൽ അവതരിപ്പിച്ചു. ഒട്ടും സ്വാർത്ഥതയും കരിയറിനോടുള്ള ഒരു അമിതമായിട്ടുള്ള ഒരു ആവേശമുള്ള ഒരു സ്ത്രീയുടെ ഭാവങ്ങൾ അവർ വളരെയധികം മനോഹരമാക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. പിന്നെ മീര എന്ന് പറയുന്ന കഥാപാത്രമായിട്ടുള്ള പ്രതിഭ രത്ന ഒരു പക്വതയുള്ള ഒരു അഭിനയം കാഴ്ചവെച്ചിട്ടുണ്ട്. പിന്നെ അനുഭൂതി കശ്യപ ആണ് ഒരു ധീരമായിട്ടുള്ള തിരക്കഥ ഇല്ല എന്നുള്ളതാണ്. തിരക്കഥയുടെ ഇഴച്ചിൽ കാരണമാണ് ഇതിൻ്റെ ആ ഒരു കീ മൂവ്മെന്റ് ഒന്നും തന്നെ ഈ സിനിമയിൽ സംവിധാനത്തിൽ നൽകാൻ കഴിഞ്ഞിട്ടില്ല. സിനിമ പൂർണ്ണമായിട്ടും ലണ്ടനിലാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. ദൃശ്യങ്ങൾ ചിലർക്കൊക്കെ മികച്ചതായിട്ട് റിച്ച് ലുക്കൊക്കെ നൽകുന്നുണ്ട്, പക്ഷേ ഒട്ടും ഒരു ഗംഭീരമായിട്ടുള്ളൊരു ഇത് നൽകുന്നില്ല. പിന്നെ പശ്ചാത്തല സംഗീതവും ചില സ്ഥലങ്ങളിൽ ഗംഭീരമായിട്ട്, ചിലർക്കൊക്കെ വളരെ അരാജകത്വം, അസ്വസ്ഥതയാണ്. പിന്നെ സിനിമയുടെ പേസിങ് പലപ്പോഴും കുറവായതുകൊണ്ട് തന്നെ എഡിറ്റിങ്ങിൽ നന്നായിട്ട് തന്നെ ശ്രദ്ധിക്കണമായിരുന്നു. പിന്നെ ഇതിൻ്റെ ക്രിറ്റിസിസം ഞാൻ ഓൺ ബൈ ഓണായിട്ട് പറയാനാണ് ഞാൻ ശ്രമിക്കുന്നത്. ഇതിൻ്റെ കോൺസെപ്റ്റ് ബെഞ്ച് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നെറ്റ്ഫ്ലിക്സിൽ തന്നെയുള്ള ഒരു സിനിമ ടാറ് എന്ന് പറയുന്ന സിനിമയുമായിട്ട് നല്ല ബന്ധമുണ്ട്. തിരക്കഥയിലെ പാളിച്ചകളും ആ ഒരു ഇഴച്ചലുമാണ് സിനിമയുടെ ഏറ്റവും വലിയ പോരായ്മ. ഇതിൻ്റെ ആ ഒരു മന്ദഗതിയിലെ പോക്ക് സിനിമയുടെ തുടക്കത്തിൽ തന്നെ വിഷയം അവതരിപ്പിക്കുന്നുണ്ടെങ്കിലും പിന്നീട് കഥ മുന്നോട്ട് പോകാതെ ഒരേ സ്ഥലത്ത് തന്നെ നിൽക്കുന്നത് പോലെ ശരിക്കും നന്നായിട്ട് അനുഭവപ്പെടുന്നുണ്ട്. ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ എന്നുള്ള നിലയിൽ നമ്മളിലേക്കൊരു ത്രില്ലർ മൂവ്മെൻറ്റോ അല്ലെങ്കിൽ ടെൻഷനോ ഉള്ളവാക്കുന്ന രീതിയിൽ തിരക്കഥയ്ക്ക് കഴിയുന്നില്ല എന്നുള്ളതാണ് സത്യം. സിനിമയുടെ അവസാനത്തോട് അടുക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു കുറേ വെളിപ്പെടുത്തലുകളുണ്ടല്ലോ, അത് വളരെ നാച്ചുറലായിട്ട് സില്ലി ആയിട്ടാണ്, അല്ലെങ്കിൽ മുൻകൂട്ടി ഊഹിക്കാൻ പറ്റുന്ന രീതിയിലുള്ള പ്രെഡിക്റ്റബിൾ ആയിട്ടുള്ള പല സാധനങ്ങളുമാണ്. പിന്നെ പ്രധാന കഥാപാത്രങ്ങൾ അവരുടെ സാഹചര്യങ്ങളും വേണ്ടത്ര വ്യക്തതയോടുകൂടി അവതരിപ്പിക്കുന്നതിൽ തിരക്കഥകൃത്ത് നന്നായിട്ട് തന്നെ പരാജയപ്പെട്ടു എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ ഗീതയും അതോടൊപ്പം തന്നെ മീരയും തമ്മിലുള്ള സംഭാഷണങ്ങൾ പലപ്പോഴും ഒരു നാച്ചുറാലിറ്റി ഇല്ലാതെ പോയി. വർഷങ്ങളായി പ്രണയിക്കുന്നവർ, വിവാഹിതരായിട്ടുള്ളവർ, 10-12 വയസ്സ് വ്യത്യാസമുള്ളവർ, കുഞ്ഞിനെ ദത്തെടുക്കാൻ നോക്കുന്ന ദമ്പതികൾ, അവർക്കിടയിൽ ഉണ്ടാകുന്ന അടുപ്പം, ഒരു ഇൻറ്റിമസി ഒരു സംഭാഷണത്തിൽ പോലും ഉണ്ടാവുന്നില്ല. വളരെ ഒരു നാച്ചുറലായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. സിനിമയിലെ പ്രൈവറ്റ് ഡിറ്റക്റ്റീവ്, പിന്നെ മുൻകാമുകി, സഹപ്രവർത്തകർ തുടങ്ങിയവർ വെറും ഒരു കാർട്ടൂൺ പോലെ അവിടെ ഒന്ന് ജസ്റ്റ് ഒന്ന് എവിടെയോ പറഞ്ഞു പോകുന്നു. ഒരു വ്യക്തത ഇല്ലാത്ത രീതിയിലാണ് അവരുടെ പശ്ചാത്തലം പോലും കാണിച്ചു പോകുന്നത്. പിന്നെ ഗീതയെ ഒരു അൺലൈക്കബിൾ കഥാപാത്രമായി അവതരിപ്പിക്കുമ്പോൾ നമുക്ക് അവരോട് ഒരു സിമ്പതി അല്ലെങ്കിൽ നമുക്ക് ഒരു വിരോധമെങ്കിലും തോന്നണ്ടേ. അങ്ങനെയാണ് ആ കഥാപാത്രത്തെ ഒരു സൈഡ് ചെയ്ത് കളഞ്ഞു എന്നുള്ളതാണ് പ്രശ്നം. പിന്നെ കങ്കണ ശർമ്മയും പ്രതിഭ തമ്മിലുള്ള അവരുടെ ബന്ധമുണ്ടല്ലോ, സിനിമയുടെ മെയിൻ പ്ലോട്ട് അതാണല്ലോ. പക്ഷേ അവരുടെ ആ ഒരു പ്രണയ ജോഡികളായിട്ടുള്ള അവരുടെ ഒരു കെമിസ്ട്രി ഒരു വലിയ സീറോ കെമിസ്ട്രി ആയിപ്പോയി, ചുരുങ്ങിപ്പോയി എന്നുള്ളതാണ്. ഒട്ടും ഒരു കെമിസ്ട്രി ഉള്ളതായിട്ട് ഒരു സ്ഥലത്തും പോലും തോന്നിയിട്ടില്ല. പിന്നെ കങ്കണയുടെയും പ്രതിഭയുടെയും ആ ഒരു പ്രായത്തിൽ വ്യത്യാസം, 10-12 വയസ്സ് വ്യത്യാസം ഉള്ളത് കൊണ്ട് തന്നെ ഇവർ അനിയത്തി ചേട്ടത്തി എന്നുള്ള നിലയ്ക്കുള്ള രീതിയിലാണ് അവരുടെ ഫേസിൽ
പ്രകടമായിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ പിന്നെ ക്യാമറ ദൃശ്യങ്ങളൊക്കെ ഒരു നല്ലൊരു ഇത് തോന്നിയിട്ടുണ്ട്. പക്ഷേ ഉള്ള പ്രശ്നം എന്ന് വെച്ചാൽ ഇതിൻ്റെ വിഷ്വൽസ് ലണ്ടനിലെ നല്ല കുറേ ചില സാധനങ്ങൾ കാണിക്കുന്നുണ്ട്. പക്ഷേ ആ വീട്ടിനുള്ളിൽ അകത്ത് വരുമ്പോൾ വെറും ഒരു ഫോട്ടോഷൂട്ട് നടക്കുന്നത് പോലെയാണ് പല സ്ഥലത്തും തോന്നിയിട്ടുള്ളത്. പിന്നെ ഗീതയുടെയും മീരയുടെയും വീട് ഒരുപാട് നന്നായിട്ട് അലങ്കരിച്ച് വെച്ചിട്ടുണ്ട്. അത് ഈ പിന്നെ ഇമോഷണൽ രംഗമായിക്കോട്ടെ, ഹൈ മൂവ്മെൻ്റ് ആയിക്കോട്ടെ, എന്തൊക്കെ ആയിരുന്നാലും ആ വീട്ടിന് ഒരു മാറ്റമോ ഒന്നും വരുന്നില്ല. പിന്നെ ഇവരുടെ ആ ഒരു എന്താ പറയുക, അഭിനയത്തിലുള്ള ഒരു 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 വേണ്ടത്ര രീതിയിൽ അവരെ ഉപയോഗിച്ചില്ല. അവരെ ആ രണ്ട് ആക്ടേഴ്സിനെയും രണ്ട് രീതി അവരെ ഉപയോഗിച്ചില്ല എന്നുള്ളതാണ്. പിന്നെ കങ്കണ ശർമ്മയുടെ അഭിനയം ഒരു 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 ഒരേ ശൈലിയിലായിപ്പോയി എന്നുള്ളതാണ് അങ്ങോട്ട് പോകുമ്പോൾ മുഴുവനായിട്ട് കാണാൻ സാധിക്കുന്നത്. പിന്നെ പ്രതിഭാരത്നയുടെ മുഖഭാവങ്ങളിൽ ഒട്ടും ഗൗരവം ഒരു സ്ഥലത്തും വരുന്നില്ല. എപ്പോഴും ഒരേ ഭാവം മാത്രമാണ് കാണുന്നത്. സിനിമ പറയുന്ന കാര്യത്തെക്കാൾ പിന്നെ ഇതിൽ ഉപദേശം നൽകാനാണ് കൂടുതലും പിന്നെ ശ്രമിക്കുന്നത്. സിനിമയുടെ അവസാനം ഒരു കഥാപാത്രം സ്ത്രീ പുരുഷ സമത്വത്തെക്കുറിച്ചും പിന്നെ സോഷ്യൽ മീഡിയയെക്കുറിച്ചുമൊക്കെ ഒരു നീണ്ട ഒരു വലിയൊരു പ്രഭാഷണം നടത്തുന്നുണ്ട്. പ്രേക്ഷകരെ ആ ഒരു പിന്നെ ഡയലോഗ് ശരിക്കും പറഞ്ഞാൽ ബോറടിപ്പിക്കുകയാണ്. പിന്നെ ഒരു വോക്ക് ആകാൻ ശ്രമിക്കുന്നതിനിടയിൽ സിനിമയുടെ ആ ഒരു മെയിൻ സോൾ എവിടെയോ നഷ്ടപ്പെട്ടു. അതാണ് മൊത്തത്തിൽ ഈ സിനിമ എനിക്ക് കണ്ടപ്പോൾ തോന്നിയത്. ഒട്ടും ആഴമില്ലാത്ത ഒരു തിരക്കഥ, പിന്നെ ഫേസിങ് ഇല്ലാത്ത സാധനം, ഒരു കെമിസ്ട്രി ഇല്ല. മൊത്തത്തിൽ അക്യൂസ്ഡ് ഒരു ഊമ്പിയ സിനിമ എന്ന് ഞാൻ പറയും. വെറുതെ സമയം കളയാൻ 1.25 മണിക്കൂർ 1 മണിക്കൂർ 47 മിനിറ്റ് എന്തുകൊണ്ട് സിനിമയുടെ ദൈർഘ്യം. വെറുതെ ഞാൻ 1 മണിക്കൂർ കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ റിമോട്ട് എടുത്തു വെച്ചു ഞാൻ നോക്കുകയാണ്, ഇത് ഈ പുല്ല് തീരുന്നില്ലേ ഈ മയിര് എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്നിട്ടും ക്ഷമയോടുകൂടി ഇരുന്ന് കണ്ടു. എന്താ ചിലപ്പോൾ അവസാനം എന്തെങ്കിലുമൊക്കെ വലിയ ഗംഭീരമായിട്ടുള്ള എന്തോ വച്ചിട്ടുണ്ട് എന്ന് വിചാരിച്ചിട്ടാണ് മുഴുവൻ ഇരുന്ന് കണ്ടത്. വെറുതെ സമയം കളയാൻ വേണ്ടി ഉള്ളൊരു ഊമ്പിയ സിനിമ ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഓക്കെ, താങ്ക് യു.